ഞാൻ അനൂരഞ്ജി സൈക്കാട്രി കൗൺസിലർ. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അറ്റീച്ചി ഫോബിയ എന്നറിയപ്പെടുന്ന പരാജയ ഭയത്തെക്കുറിച്ചാണ്. നമുക്ക് ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഭയം അനുഭവപ്പെടുക ഇതിനെയാണ് അറ്റീച്ചി ഫോബിയ എന്ന് പറയുന്നത്. അറ്റീച്ചി ഫോബിയ എന്നുള്ള അറ്റീച്ചി എന്നുള്ളൊരു വേർഡ് വന്നിരിക്കുന്ന ഗ്രീക്ക് പദമാണ്. അതിൻ്റെ അർത്ഥം അൺഫോർച്ചുനേറ്റ്, നിർഭാഗ്യകരം എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് അറ്റീച്ചി എന്നുള്ള പദം എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അറ്റീച്ചി ഫോബിയ നമുക്ക് എന്തിനോടും ഇൻറ്റൻസ് ആയിട്ടുള്ള ഫിയർ ഉണ്ടാകുന്ന, ഫെയിലിയറിനെ കുറിച്ചുള്ള ഒരു ഫിയർ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ അറ്റീച്ചി ഫോബിയ എന്ന് പറയുന്നത്. അപ്പം പരാജയ ഭയം കാരണം ഒരു വ്യക്തികൾക്ക് അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് നമുക്ക് സാധിക്കാതെ വരികയും പുതിയ പുതിയ അവസരങ്ങൾ വരുമ്പോൾ നമ്മളെ അത് മടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തീവ്രമായിട്ടുള്ള ഭയമാണ് ശരിക്കും പറഞ്ഞാൽ പരാജയ ഭയം എന്ന് പറയുന്നത്. ഈ ഭയം വ്യക്തിയുടെ വ്യക്തിഗതമായിട്ടുള്ള വളർച്ചയ്ക്കും അതുപോലെ ജീവിതത്തിലെ നമുക്ക് പല മേഖലകളിലും പ്രതികൂലമായിട്ട് നമ്മളെ ബാധിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ പരാജയ ഭയം ആളുകൾ പൊതുവെ പരീക്ഷ, അതുപോലെ ജോലിക്കുള്ള ഇൻ്റർവ്യൂ, അതുപോലെ പരാജയപ്പെടും എന്ന് തോന്നുന്ന സാഹചര്യങ്ങളെല്ലാം ഇവർ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. കൂടാതെ ഈ പരാജയ ഭയം ഉള്ള ആളുകൾക്ക് നാണക്കേട്, അതുപോലെ തന്നെ ഉത്കണ്ഠ, പരിഭ്രാന്തി, അതുപോലെ തന്നെ അക്രമങ്ങൾ നേരിടുമോ, അഭിമാനക്കുറവ് ഉണ്ടാകുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ വിശകലനമായിട്ട് ചിന്തിക്കുകയും അമിതമായിട്ട് ചിന്തിക്കുകയും അത് വളരെയേറെ വൈകാരിക പ്രശ്നങ്ങളിലേക്ക് അവരെ നയിക്കാറുമുണ്ട്. അപ്പം ഇത് സ്കൂളിലോ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് കൂടുതൽ പ്രകടനം കാഴ്ചവെക്കേണ്ട സന്ദർഭങ്ങളിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടോ കുടുംബാംഗങ്ങളുമായിട്ടോ ഒക്കെ ഇങ്ങനെ ഇടപഴകുന്ന സമയങ്ങളിൽ ഇത് നമ്മളുടെ ലൈഫിനെ പ്രതികൂലമായിട്ട് ബാധിച്ചേക്കാം. പരാജയ ഭയം ഉള്ളവർക്ക് പൊതുവെ ലൈഫിലേക്കുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തീർക്കണം, അല്ലെങ്കിൽ കൂടുതൽ ഉയർച്ചയിലേക്ക് എത്തണം എന്നൊക്കെ ചിന്തിക്കുമ്പോഴൊക്കെ ഈ പരാജയ ഭയം അവരുടെ ജീവിതത്തെ പിൻവലിക്കുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. അപ്പോൾ ഇത് വളരെ നമ്മുടെ ലൈഫിനെ തന്നെ വളരെ ദോഷകരമായിട്ട് ബാധിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഈ അറ്റീച്ചി ഫോബിയ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് അല്ലേ. പക്ഷേ നമ്മൾക്ക് അതിൻ്റെ തീവ്രത കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിനെയും അതുപോലെ തന്നെ ബന്ധങ്ങളെയും അതുപോലെ തന്നെ നമ്മളുടെ ലൈഫിൻ്റെ വളർച്ചയൊക്കെ ഇത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പോൾ ഈ ഭയം കൂടുതലുള്ള ആളുകൾ ആണെങ്കിൽ നമ്മളത് മനസ്സിലാക്കി അതിനുള്ള പ്രതിവിധി നമ്മൾ കണ്ടെത്തണം. അപ്പോൾ നമുക്ക് പരാജയ ഭയം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരു വ്യക്തിക്ക് വെറുതെ ഒരു ഇതുണ്ടാവില്ലല്ലോ, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ഫോബിയയിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ മുൻകാലങ്ങളിൽ ആഘാതകരമായിട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് മുൻപ് നമ്മൾ നേരിട്ട ഭയപ്പെട്ട എന്തെങ്കിലും കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ആഘാതപരമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഭാവിയിൽ ഇനിയും സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള കാരണം കൊണ്ട് ഈ ഭയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ, പഠന വൈകല്യമുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എപ്പോഴും ക്ലാസ്സിലെ ടീച്ചർമാരുടെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കാം, അല്ലെങ്കിൽ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കാം ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പിന്നെ പഠിക്കണം എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എക്സാമെന്ന് കേൾക്കുമ്പോഴൊക്കെ ഭയം ഉണ്ടാകാനുള്ള സാധ്യത. അപ്പം മുൻകാലങ്ങൾ ഉണ്ടായിരിക്കുന്ന ഏതെങ്കിലും ആഘാതകരമായിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ടും ഇങ്ങനത്തെ ഒരു അറ്റീച്ചി ഫോബിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത് കൂടുതൽ പ്രതീക്ഷകൾ. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൂടുതൽ പ്രതീക്ഷകൾ കൊടുത്തിട്ടുണ്ട്, അത് സാധിക്കാതെ വരിക. നമ്മളെ സ്വന്തം അല്ലെങ്കിൽ സമൂഹമാണെങ്കിലും നമ്മളിൽ കൂടുതൽ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഭയം ഉടലെടുക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ചിലപ്പോൾ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ പുതിയ ടാസ്കുകൾ അച്ചീവ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടുന്നതായിട്ട് കാണാം. അടുത്തതായിട്ട് മൂന്നാമത്തായിട്ട് പറയുന്നത് ആത്മവിശ്വാസക്കുറവ്. നമുക്ക് സ്വന്തം കഴിവുകളിലെ ആത്മവിശ്വാസം ഇല്ലായ്മ ഇതിനൊരു കാരണമായിട്ട് കാണാറുണ്ട്. അപ്പോൾ പരാജയ ഭയം ഉള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിശ്വാസമില്ലെങ്കിൽ, നമ്മളെ വിശ്വസിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ സ്വയമായിട്ട് നമുക്കൊരു ആത്മവിശ്വാസക്കുറവ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിലും ഇങ്ങനെയുള്ള ഒരു പരാജയ ഭയം നമ്മൾ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്.
പിന്നെ അടുത്തതായിട്ട് നമ്മൾ സമൂഹത്തിൻ്റെ പ്രതികരണം. നമ്മൾ കൂടുതൽ സമൂഹത്തിൽ നിന്ന് നല്ല നല്ല പ്രതികരണങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളാണെങ്കിൽ അങ്ങനെ ഒരു പരാജയപ്പെട്ടു പോയാൽ അവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, എന്നെ അവർ നിന്ദിക്കുമോ അല്ലെങ്കിൽ എന്നെ അപമാനിക്കുമോ എന്നുള്ള ഭയം ഉള്ളതുകൊണ്ട് ഈ പരാജയ ഭയത്തെ പേടിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ പല കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് വലിയുന്നതായിട്ട് കാണപ്പെടാം. പിന്നെ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമോ എന്നുള്ള ഭയം. പലപ്പോഴും വ്യക്തിപരമായ സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം അല്ലേ? ഭയം അങ്ങനെ സംഭവം ഉണ്ടാകുമോ? അപ്പോൾ കൂടുതൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അധിക ചിലവൊക്കെ നമ്മൾ എടുത്ത് നടത്തുകയാണെങ്കിൽ അത് പൈസ നഷ്ടപ്പെടുമോ, സാമ്പത്തികമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ഫിയർ ഓഫ് ഫെയിലിയർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനൊക്കെ ഭയങ്കര പേടിയായിരിക്കാം. തുടങ്ങത്തില്ല എന്ന് തന്നെ നമുക്ക് വേണേൽ പറയാം. കാരണം സാമ്പത്തികമായ നഷ്ടത്തെ ഭയക്കുന്നവർക്ക് ഒരിക്കലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. അത് നമ്മൾ നല്ലപോലെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവം ഉണ്ടാകാതെയൊക്കെ നോക്കാം. പക്ഷെ അതിനുള്ള ധൈര്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാന കാരണമായിട്ട് പറയാം. ഇപ്പോൾ ഈ ഘടകങ്ങൾ വ്യക്തികളുടെ മനോഭാവത്തെയും പെരുമാറ്റത്തെയും ഒക്കെ പ്രതികൂലമായിട്ട് ബാധിച്ചെന്ന് വരാം. അപ്പോൾ പരാജയ ഭയം ഒക്കെ ഇതിന് ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതായിരിക്കാം ഒരു കാരണം എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പ്രധാനമായിട്ടും നമ്മൾ എന്തെങ്കിലും ടാസ്കുകൾ ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കുമ്പോൾ അതിൽ അവർ ഭയങ്കരമായിട്ട് പേടിച്ച് മാറി നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ വീട്ടിലാണെങ്കിലും സ്കൂളിലൊക്കെ ആണെങ്കിലും കുട്ടികളോടൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്യാനൊക്കെ പറയുമ്പോൾ അവർ പേടിച്ച് പുറകിലേക്ക് പിന്മാറുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. പിന്നെ ഭയങ്കര ആങ്സൈറ്റി, ആ സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കൈയൊക്കെ ഞെരുക്കുക, പേടി നമുക്ക് അവരുടെ മുഖം കാണുമ്പോൾ അറിയാലോ, നഖം കടിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. ചിലർക്ക് ദേഷ്യമായിരിക്കാം, ഇറിറ്റേഷനും ദേഷ്യവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചിലർ ഡിപ്രഷനായിട്ട് ഒരു ഇതിലേക്ക് പോകാറുണ്ട്. ഡിപ്രഷനായിട്ട് ചെറുതായിട്ട് സാഡ്നെസ് ഒക്കെ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ അവനവൻ്റെ ലൈഫിനെ കുറിച്ച് തന്നെ ഒരു നെഗറ്റീവായിട്ടൊരു ഔട്ട്ലുക്ക് ഉണ്ടാകാറുണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ. അപ്പം അറ്റാച്ചി ഫോബിയ ശരിക്കും പറഞ്ഞാൽ പാനിക് അറ്റാക്ക് ഉണ്ടാക്കാനും ഒക്കെ ഇടയാക്കുന്നുണ്ട്. അപ്പോൾ ആങ്സൈറ്റി വളരെ കൂടുന്നതുകൊണ്ട് ചില ആളുകൾക്ക് വിറയൽ, അതുപോലെ തന്നെ ഭയങ്കര അമിതമായിട്ട് വേർക്കുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. ഹാർട്ട് ബീറ്റ്സ് വളരെ കൂടുന്നതായിട്ട് പറയാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റൊമക്ക് അപ്സെറ്റ് ആകുന്ന പോലെ തോന്നാറുണ്ട്. എപ്പോഴും പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകാനൊക്കെയുള്ള ടെൻഡൻസി കൂടുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ ഷെയ്ക്കിംഗ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഒക്കെ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ അറ്റാച്ചി ഫോബിയൊക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾക്കത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഞാൻ പറഞ്ഞ പോലത്തെ സിംറ്റംസും ഇങ്ങനത്തെ പ്രശ്നങ്ങളും കൊണ്ട് ലൈഫിൽ നമുക്ക് ഉയർച്ചയിലെത്താനായിട്ട് സാധിക്കുന്നില്ല. ഒരിക്കലും ഈ ഒരു പേടി കാരണം പലപ്പോഴും പല കാര്യങ്ങളിൽ നിന്നും പല ടാസ്കിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വരുന്നു. അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങളിലേക്ക് പോകാൻ പറ്റാതെ വരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു അറ്റാച്ചി ഫോബിയയുടെ തുടക്കമായിരിക്കാം. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രൊഫഷണൽസിൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ അവർ അതിന് ടെസ്റ്റുകൾ നടത്തി എന്തുകൊണ്ടാണ് ആങ്സൈറ്റി വർദ്ധിക്കുന്നതുകൊണ്ടാണോ, പല കാരണങ്ങളും ഞാൻ മുമ്പേ പറഞ്ഞു അല്ലേ, ലൈഫിലുണ്ടായിരിക്കുന്ന എന്തെങ്കിലും ടെറിബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് ഫലപ്രദമായിട്ട് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ഇതിന് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മാനേജ് ചെയ്യാതെ ഇത് പോകാം. ഒന്നാമത് കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഈ കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പിയിലൂടെ നമ്മൾക്ക് ഉണ്ടാകുന്ന നെഗറ്റീവ് തോട്ട്സ് എന്തൊക്കെയാണ്, ഫെയിലിയറിനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്തൊക്കെയാണ് തോട്ട്സ് ഉണ്ടാകുന്നത് എന്ന് നോക്കിയിട്ട് ആ നെഗറ്റീവ് തോട്ട്സിനെ തെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടെ പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഫിയർ മാറ്റി നമുക്കൊരു പോസിറ്റീവ് തലത്തിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിലൂടെ വളരെ ഈസി ആയിട്ട് സാധിക്കും. പിന്നെ എക്സ്പോഷർ തെറാപ്പിയിലൂടെ നമുക്ക് ഫിയർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ, റെസ്പോൺസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ഇങ്ങനെ ഉണ്ടാകാനുള്ള സിനാരിയോ എന്താണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് അത് മാറ്റിയെടുക്കാനായിട്ട് എക്സ്പോഷർ തെറാപ്പിയോട് സാധിക്കുന്നതാണ്. പിന്നെ ഇതുപോലെ മെഡിറ്റേഷൻ. അപ്പോൾ നമുക്കറിയാം ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് മെഡിറ്റേഷൻ വളരെ നല്ലതാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ സിംറ്റംസ് വരുമ്പോൾ ചെറിയ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് ആ സിംറ്റംസിനെ, ഇപ്പോൾ പാനിക് അറ്റാക്ക് ഒക്കെ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്, പല ടെക്നിക്സും പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത്
കഴിഞ്ഞാൽ ഈ അട്ടിച്ചി ഫോബിയ നമുക്ക് വളരെ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിലൂടെ, എക്സ്പോഷർ തെറാപ്പിയിലൂടെയും അതുപോലെ മെഡിറ്റേഷനിലൂടെയൊക്കെ ഇത് മാനേജ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിത് പ്രിവെൻറ്റ് ചെയ്തില്ലെങ്കിൽ വലിയ വലിയ ഒരു കാര്യത്തിൽ നമ്മുടെ ലൈഫിൽ ഒരു ഉയർച്ചയും ഉണ്ടാകില്ല, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല, അപ്പം നല്ല ജോലി കിട്ടത്തില്ല, റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് വളരെ വളരെ ഡിപ്രഷനിലേക്കും ഒക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ പാനിക് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും കൗൺസിലിങ്ങിലൂടെ. അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫിയർ ഉണ്ടായതെന്നും ഈ ഫിയറിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യണമെന്നും ഇതിലൂടെ മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു ഫലപ്രദമായിട്ടുള്ള വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.